നിങ്ങൾ ഇവിടെ ഒന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ആ ചിട്ടി കമ്പനിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാനും കൂടി നിർബന്ധിച്ചു. അത് സത്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? നിങ്ങൾ നിങ്ങളുടെ മോനും ചേർന്നാ ഞങ്ങളെ ഈ അബദ്ധത്തിൽപ്പെടുത്തിയത്. മനുഷ്യ, നിങ്ങളെക്കാൾ വലിയ അബദ്ധത്തിലാണ് ഞങ്ങൾ പെട്ടത്. അവന് ഒരു ജോലി ആകുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ അവിടെ കൊണ്ടിട്ടു. എന്റെ മോളുടെ കല്യാണത്തിന് കരുതിയിരുന്ന ആഭരണങ്ങൾ വരെ വിറ്റു. പാനക്കേട് വേറെ. ഞങ്ങൾക്കതൊന്നും അറിയണ്ട. നിക്ഷേപിക്കുന്ന പണത്തിന് പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങളുടെ മോനാ. എവിടെ അവൻ? വിളിക്കാവനെ. അവനോട് ഇല്ല. തൽക്കാലം നിങ്ങളൊന്ന് പോ. എങ്ങോട്ട് പോകാൻ? കമ്പനി പൂട്ടി. മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ പാപ്പരായെന്നും പറഞ്ഞ് നിയമത്തെ കളിപ്പിച്ച് മിടുക്കനായി നടക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഡേവിഡിനെ ആണെങ്കിൽ ആരോ തല്ലിക്കൊല്ലുകയും ചെയ്തു. നിങ്ങളോടല്ല പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കാനാ? നിങ്ങളുടെയൊക്കെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി അതും തലയ്ക്ക് വെച്ചോണ്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. തരാൻ മനസ്സില്ലെങ്കിലോ? ജിനു, അച്ഛനൊന്നും ഉണ്ടായിരുന്നേ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നതാണല്ലോ. ഇത്രയും കാലം മര്യാദയ്ക്ക് സംസാരിച്ചോണ്ട് അവനൊക്കെ തലയിൽ കയറുന്നത്. പണം മുഴുവൻ തട്ടിയെടുത്ത് എം ഡിക്ക് സംരക്ഷണം നൽകാൻ പോലീസും പട്ടാളവും. പാപ്പരാണെന്നുള്ള ദയ വേറെയും. ഇവർക്ക് കുതിരയേറെ എന്നെ പോലുള്ളവർ കിട്ടൂ. പോവാൻ പറച്ച. ഈ വേലയൊന്നും ഞങ്ങളോട് വേണ്ട. അങ്ങനെ പറയരുത്. അവൻ തങ്ങളെ കൊണ്ട് പറഞ്ഞു പോയത്. അമ്മക്ക് ഒരു സമാധാനമില്ല. എനിക്ക് സമാധാനം കുറച്ച് കൂടുതലുണ്ട്. ഞങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ.